നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പട്ടാമ്പിയുടെ ജനമനസ്സ് ആർക്കൊപ്പമാകും, അല്ലെങ്കിൽ പട്ടാമ്പിയെ കുറിച്ചിട്ടുള്ള വിജയ പ്രതീക്ഷ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളുമായി പങ്കുവെക്കാൻ എത്തിയിരിക്കുകയാണ് CPM-ന്റെ പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് വേളകളും, എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷയും? വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് വർദ്ധിച്ചു വരികയാണ്. തുടക്കം മുതലേ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആ വിജയപ്രതീക്ഷ വർദ്ധിച്ച് വന്നിട്ടേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അവസാന ഘട്ടത്തിലേക്ക് കുറച്ച് പോരാട്ടം നമ്മൾ കണ്ടിരുന്നു. ആദ്യഘട്ടത്തിൻ്റെ ആ ഒരു തണുത്ത മട്ട് മാറി LDF-ഉം ഒരു പോർക്കളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് അല്ല, അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ നടന്ന രണ്ട് പ്രവർത്തനം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ റോഡ് ഷോ ആണ്, രണ്ട് കുട്ടിക്കലാശമാണ്. ഇതിൽ രണ്ടിലും ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ വലിയ ജനക്കൂട്ടമാണ് പങ്കെടുത്തത്. അപ്പോൾ പൊതുവിൽ അവസാന ഘട്ടം വരെയും പോളിംഗിന് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കണക്കുകളും ഞങ്ങളുടെ സഹാക്കൾ സംസാരിച്ചപ്പോഴൊക്കെ വലിയ പ്രതീക്ഷ തന്നെ എപ്പോഴും ഉള്ളത്, നല്ല പ്രതീക്ഷയുണ്ട്. സംഘർഷം ഉടലെടുക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അതൊക്കെ എന്തായിരുന്നു ഈ അവസാന നിമിഷത്തിലെ പ്രശ്നങ്ങൾ? അതിൽ ഈ സത്യത്തിൽ കുട്ടിക്കലാശത്തിൻ്റെ അവിടെ തലേ ദിവസം ഞങ്ങൾ നടത്തിയ റോഡ് ഷോ മറികടക്കാൻ UDF കുട്ടിക്കലാശത്തിൽ ജനക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ട് കഴിയുന്നതാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ കുട്ടിക്കലാശത്തിൽ അവരുടെ രണ്ടിരട്ടി ആളാണ് ഞങ്ങളുടെ കുട്ടിക്കലാശത്തിൽ വന്നത്. ഇതിൽ ഒരുതരം വിരളി പിടിച്ച് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം UDF നടത്തുന്നതിലാണ് വസ്തുത. അതാണ് അന്നത്തെ പ്രശ്നം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ബാധിക്കും എന്ന് തോന്നുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ നടന്ന ഒരു രീതിയുണ്ട്. അത് ഈ പ്രത്യേകിച്ച് SIR ഒക്കെ പിണറായി വിജയൻ കൊണ്ടുവന്നതാണ് എന്നോ പറഞ്ഞ കള്ളപ്രചരണ വേല, പിന്നെ വൻതോതിൽ പണം ഇറക്കി BJP-യും UDF-ഉം ഒരുമിച്ച് പല സ്ഥലത്തും വോട്ട് കച്ചവടം നടത്തി. അങ്ങനെ എല്ലാം കേരളത്തിൽ ആകെ ഉണ്ടായ ഒരു ഇതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിലും വന്നിട്ടുണ്ട്. എന്തായാലും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പറ്റിയ തിരിച്ചടി ഞങ്ങൾ മനസ്സിലാക്കുകയും അത് വോട്ടർമാരെ പോയി നേരിൽ കണ്ട് ഗൃഹസന്ദർശനം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിധി അല്ല ഇപ്രാവശ്യം ഉണ്ടാവുക. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രതിപക്ഷം അവരവകാശപ്പെടുന്നത്. അത് മൊത്തത്തിൽ ബാധിക്കും, അല്ലെങ്കിൽ ഒന്നാകെ വരും, അവർക്ക് അനുകൂലമാവും എന്ന് പറയുന്നുണ്ട്. അത് പട്ടാമ്പി ബാധിക്കും തോന്നുന്നുണ്ട്? ഇല്ല, ഇപ്പോൾ മുമ്പത്തെ സർവേകൾ കഴിഞ്ഞു, ഇപ്പോൾ എക്സിറ്റ് പോൾ കഴിഞ്ഞു. ഈ എക്സിറ്റ് പോൾ കൊടുക്കുന്ന ഒരു സർവേയും സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനുമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എക്സിറ്റ് പോൾ തന്നാൽ തന്നെ 1-2 സീറ്റിൻ്റെ വ്യത്യാസമാണ്. അതിൽ തന്നെ അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചില മണ്ഡലങ്ങൾ ഞങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും ജയിക്കുന്ന പല മണ്ഡലങ്ങളും എക്സിറ്റ് പോളിൽ UDF ജയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരമല്ല, അതൊരു നിലയ്ക്കും പട്ടാമ്പിയെ ബാധിക്കില്ല, കേരളത്തിലും അത് ആകെ ബാധിക്കാൻ പോകുന്നില്ല. നല്ല വിജയം കേരളത്തിലുണ്ടാവും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ പൂർണ്ണ വിജയ പ്രതീക്ഷയിലാണ്, യാതൊരു തരത്തിലും ഒരു പിന്മാറ്റവും ഇല്ല? ഒരു പിന്മാറ്റത്തിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ നടത്തിയ കൺഫ്യൂഷൻ ആവശ്യമില്ല. പട്ടാമ്പിയിൽ മോഹസിൻ നടത്തിയ വികസനം, അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനം, സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് നല്ല മികച്ച വിജയം കേരളത്തിലും പട്ടാമ്പിയിലും നേടും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. മോഹസിൻ ജയിച്ചു. പട്ടാമ്പി മാത്രമല്ല, കേരളത്തിലുടനീളെ LDF-ന് ഒരു മുന്നേറ്റം ഉണ്ടായി. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ പട്ടാമ്പി നമുക്കൊരു മന്ത്രിയെ പ്രതീക്ഷിക്കാമോ? അല്ല, അതൊക്കെ ഗവൺമെൻറ് ഉണ്ടാകുന്ന സമയത്ത് ഓരോ പാർട്ടികളുമാണ് അത് ആളുകൾ തീരുമാനിക്കുക. മോഹസിൻ മന്ത്രിയാവണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, പട്ടാമ്പിയിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നടക്കട്ടെ. ഞാനും ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിച്ചാണ്. എന്തായാലും ആ വിധി വന്നതിന് ശേഷം നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് TG പറയുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം Osra Golden Diamonds, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.